السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, കുടുംബം മനോഹരമാണ്. ഇത് അനുഭവമുള്ളവരും അല്ലാത്തവരും സമൂഹത്തിലുണ്ട്. ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും, പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. മനോഹരം എന്ന വാക്ക് മനം പ്ലസ് ഹരം, അതാണ് മനോഹരം. മനം മനസ്സാണ്, മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത്, മനസ്സിനെ രസിപ്പിക്കുന്നത്. കേവലം ഭൗതികമായ കണ്ണോടുകൂടി കാണേണ്ട ഒന്നല്ല. സുന്ദരമായ ഒരു കുടുംബം അല്ലാഹു തആല നൽകുന്ന അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. മനുഷ്യർ മനോഹാരിതയുടെ പ്രതീകങ്ങളാണ്. അടിസ്ഥാന വികാരങ്ങൾക്ക് പ്രതീകങ്ങൾ ഉണ്ടാക്കാൻ നടത്തിയ ഒരു ചർച്ചയിൽ സമാധാനത്തിൻ്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പോലെ മനോഹാരിതയുടെ, സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകം, അതിനെ തേടിയുള്ള ഒരു ചർച്ചയിൽ പലതും കൊണ്ടുവന്നു പ്രതീകമായി. ഉദയസൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും ഭംഗിയുള്ള കാഴ്ചകൾ, പച്ചപ്പുള്ള പാടങ്ങൾ, പട്ടുസാരിയുടെ നേർത്ത കര പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പതിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെ പലതും കൊണ്ടുവന്നു. അവസാന മനുഷ്യനെത്തിയത്
മനോഹാരിതയുടെ പ്രതീകം മനുഷ്യൻ്റെ മുഖം എന്നതാണ്. നിഷ്കളങ്കയായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ, കാപട്യമില്ലാത്ത, കലർപ്പില്ലാത്ത നിഷ്കളങ്കയായ ഒരു കുഞ്ഞിൻ്റെ മുഖം. ഇപ്പോൾ മനുഷ്യർ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഒന്ന് കൈകൊടുത്ത് സലാം പറഞ്ഞ് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ കുളിർമയും സന്തോഷവും, ഇത് ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യക്തികൾ കൂടുന്നതാണ് ഒരു കുടുംബം, ആ കുടുംബങ്ങൾ കൂടുന്നതാണ് സമൂഹം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തെക്കുറിച്ച്, അവൻ്റെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപരമായ പ്രത്യേകത, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടി ഈ മനുഷ്യനാണ് അക്രമാസക്തനാകുന്നത്. അക്രമത്തിൻ്റെ, ശത്രുതയുടെ, ക്രൂരതയുടെ പ്രതീകമായും ഈ മനുഷ്യൻ മാറുന്നുണ്ട്. ക്രൂരതയുടെ പ്രതീകം. ലോകത്തെ പ്രസിദ്ധമായ, വിശ്വപ്രസിദ്ധമായ ലണ്ടൻ മ്യൂസിയത്തിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥി കടന്നു ചെന്നാൽ അവൻ്റെ കൈകളിലുള്ള നോട്ടുകളിൽ രേഖപ്പെടുത്താൻ എമ്പാടും കാര്യങ്ങളുണ്ട്. ഭൂമിയിൽ മനുഷ്യർക്ക് ലഭ്യമായ ചരിത്രങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ആ മ്യൂസിയത്തിൽ കഴിഞ്ഞുപോയ തലമുറകൾക്ക്, നൂറ്റാണ്ടുകൾക്ക് നാശം വരുത്തിയ, ഒരുപാട് തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞ ജീവജാലങ്ങളെക്കുറിച്ച് അവിടെ പഠിക്കാനുണ്ട്. കൃത്യമായ വർഷങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവസാനം അതെല്ലാം കണ്ട് പഠിച്ചിറങ്ങുന്ന, പുറത്തേക്ക് വരുന്ന ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് ആ മ്യൂസിയത്തിൽ അവസാനമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കണ്ണാടി സ്ഥാപിച്ചിരിക്കുകയാണ്. ആ കണ്ണാടിക്ക് മുകളിൽ എഴുതി വച്ചിട്ടുള്ളത് ഭൂമിയിലെ ഏറ്റവും അക്രമകാരിയായ ജീവി എന്ന ബോർഡാണ്. ഭൂമിയിലെ ഏറ്റവും അക്രമകാരിയായ ജീവി എന്ന ബോർഡിന് താഴെ സ്വയം പ്രതിബിംബത്തെ നോക്കിയാണ് അവിടെ നിന്ന് അവൻ ഇറങ്ങിപ്പോരുന്നത്. ثم رددناه أسفل سافلين. അപ്പോൾ ഒരു മനോഹരമായ കുടുംബം എന്നത് ആഗ്രഹിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ. ഈ ഖുർറത അഅ്യുൻ, അതാണ് സഹോദരന്മാരെ മനസ്സിൻ്റെ കുളിർമ, സന്തോഷം. ഇത് ഒരിക്കലും ഒരു മനുഷ്യന് ഭൗതികമായ, കേവലം ഭൗതികമായ എന്തെങ്കിലും ഒന്നുകൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. ഒരു കുടുംബം താമസിക്കുന്ന വീട് എത്ര മനോഹരമാക്കി മാറ്റിയാലും അവൻ്റെ സാമ്പത്തിക സ്രോതസ് കൊണ്ട് ലഭ്യമായ, അവൻ്റെ സാമ്പത്തിക വരുമാനം കൊണ്ട് എത്ര മോടി പിടിപ്പിച്ചാലും, എത്ര സൗന്ദര്യവൽക്കരിച്ചാലും, എത്ര മനോഹരമാക്കിയാലും, തേങ്ങുന്ന മനസ്സോടെ, പൊള്ളുന്ന ഹൃദയത്തോടെ ജീവിച്ച് തീർക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം. ഭൗതിക സൗകര്യങ്ങളുടെ കുറവ് കൊണ്ടല്ല. അപ്പോൾ കേവലം ഭൗതികമായ സൗകര്യങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബത്തിൻ്റെ സന്തോഷം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അങ്ങനെ ഒരു കുടുംബം ഒരു മനുഷ്യന് ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി ഫകഅന്നമാ ഖീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ. കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, മനസ്സമാധാനമുള്ള ഒരു കുടുംബം ഒരാൾക്ക് ലഭിച്ചാൽ ഈ ലോകം മുഴുവനും രണ്ട് കൈവെള്ളകൾക്കുള്ളിൽ ലഭിച്ചവനെ പോലെയാണ്. അപ്പോൾ അല്ലാഹു തആല നൽകുന്ന അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ മാത്രം കാര്യമായില്ല. ചില ജോലികൾ കൂടി നാം ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായ രൂപത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്. മലീമസമായിക്കൊണ്ടിരിക്കുന്ന, ശൈഥില്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര കേട്ടാലും നമ്മുടെ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പ്രസംഗമാണ് ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കേട്ടത്. നമ്മുടെ വയറ് നിറഞ്ഞതിനേക്കാൾ നമ്മുടെ മനസ്സ് നിറഞ്ഞൊരു പ്രസംഗമായിരുന്നു അത്. നമ്മൾ സാഗൂതം ചെവി കൂർപ്പിച്ചത് കേട്ടുകൊണ്ടിരുന്നു.
പലരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് പലരും ചിന്തിച്ചു. സ്വർഗത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകിയ ഇത് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ സഹോദരന്മാരെ, നമ്മൾ എത്ര കേട്ടാലും എത്ര ആവർത്തിച്ച് കേട്ടാലും നമുക്ക് പലപ്പോഴും സങ്കടം. വൈവാഹിക രംഗത്ത്, കുടുംബജീവിത രംഗത്ത് ഒക്കെ നാം അറിഞ്ഞിരിക്കേണ്ട പലതും മനസ്സിലാക്കിയിട്ടും ആ രൂപത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ, ഒന്ന് മാറ്റിവെക്കാൻ, നമ്മുടെ ശീലങ്ങളെ മാറ്റാൻ, നാട്ടിൻ്റെ നടപ്പുകളെ മാറ്റാൻ, മാമൂലികളെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി മണവാട്ടിയായി ഇറങ്ങിപ്പോകുമ്പോൾ ആ പെൺകുട്ടി കരയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കണ്ണുനീരിനേക്കാൾ, ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ ആധിയേക്കാൾ, വേദനയേക്കാൾ ആ പെൺകുട്ടി ഇത്രകാലം വളർത്തിയ മാതാപിതാക്കളുടെ മനസ്സിന് ആശങ്കയുണ്ട്, ബേജാറുണ്ട്. എന്താണ് ആശങ്ക? റബ്ബേ, എൻ്റെ കുട്ടിക്ക് സമാധാനപൂർണമായൊരു സാഹചര്യം, സന്തോഷമുള്ള ഒരു കുടുംബം ഞങ്ങൾ ഇത്രയും കാലം വളർത്തിയതുപോലെ വളർത്തുന്ന ഒരു വാപ്പയും ഉമ്മയുമുള്ള ഒരു കുടുംബം ലഭിക്കണമേ എന്ന ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. മണവാളനായി ഒരു വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരുടെ കൈപിടിച്ച്, കാരണവന്മാരെ കൈപിടിച്ച് അനുവാദം ചോദിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്, നാദാ, ഇവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി ഇവന് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന, ജീവിതത്തിന്റെ അത്താണിയായി മാറുന്ന ഒരു നല്ല പെണ്ണാകണം റബ്ബേ എന്ന പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ്. എങ്കിൽ സഹോദരന്മാരെ, ഇത് സത്യസന്ധമാണോ? ഈ ആഗ്രഹം, ഈ പ്രാർത്ഥന സത്യസന്ധമാണോ? സത്യസന്ധമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എമ്പാടും കാര്യങ്ങൾ, ഒരുപാട് പ്രവാചകന്റെ വചനങ്ങളെ, പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ മാറ്റിവെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ളത്. പലപ്പോഴും ന്യായം പറയാറുണ്ട്. നമ്മൾ കൂടിയ കല്യാണം, പങ്കെടുത്ത കല്യാണം, പങ്കെടുത്ത വേദികൾ, കഴിച്ച ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ വിഭവങ്ങളുടെ സമ്പുഷ്ടത, ഇതൊക്കെ അതിൻ്റെ തോതും എല്ലാം നമ്മൾ പറയാറുണ്ട്. എന്ത് തന്നെ ന്യായീകരണമായി പറഞ്ഞാലും പ്രവാചകന്റെ ഒരു വാക്കിന്, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്കപ്പുറം കടക്കാൻ നമുക്ക് പറ്റുമോ? ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ സമ്പൂർണത, ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, വിവാഹത്തോടു കൂടി ഇസ്ലാമിന്റെ മൂന്ന് ഭാഗമാക്കി ഇസ്ലാമിനെ മാറ്റിയാൽ 2 ഭാഗങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ സംരക്ഷിക്കപ്പെടാൻ പ്രവാചകന്മാരെ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ മനുഷ്യരെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ 2 ഭാഗം എൻ്റെ വിവാഹം കൊണ്ട്, നിങ്ങളെ വിവാഹം കൊണ്ട്, നമ്മളെ മക്കളെ വിവാഹം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് ഉറപ്പ് പറയാൻ നമ്മളെ കൂട്ടത്തിൽ എത്ര പേർക്ക് സാധിക്കും? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹുവിന് വേണ്ടി വെറുക്കാൻ, അള്ളാഹുവിന് വേണ്ടി നൽകാൻ, അള്ളാഹുവിന് വേണ്ടി തടയാൻ. അടുത്ത കാര്യം, അള്ളാഹുവിന്റെ കൽപ്പന പോലെ, റസൂലിന്റെ കൽപ്പന പോലെ അള്ളാഹുവിന് വേണ്ടി നിക്കാഹും നടത്തിയാൽ ഫഖദ് ഇസ്തക്മല ഈമാനുഹു, ഈമാൻ സമ്പൂർണ്ണമായി. ഈമാനിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ കേട്ടത്, ഈമാനിനെ കുറിച്ചാണ് ഇന്നും നമ്മൾ കേട്ടത്, ഈമാനിന്റെ സമ്പൂർണ്ണതയെ കുറിച്ചാണ് കേട്ടത്, തൗഹീദിനെ കുറിച്ചാണ് കേട്ടത്, ആ തൗഹീദിന്റെ ശാഖകളെ കുറിച്ചാണ് കേട്ടത്, തൗഹീദിന്റെ സമ്പൂർണ്ണതയെ കുറിച്ചാണ് കേട്ടത്. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ സത്യസന്ധമായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു റോട്ടിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുവന്നായിരിക്കും വീട്ടിൽ നമ്മുടെ മുഖം കാണാൻ, അവസാനമായി മുഖമൊന്ന് കാണാൻ വേദനിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവർക്ക് അവസാനമായി ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത രൂപത്തിലായിരിക്കും ഒരു പക്ഷേ മയ്യത്ത് ഒന്ന് പേരിന് കയറ്റി വീട്ടിൽ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്നത്. എങ്ങനെ, എവിടെ വെച്ച്, ഏത് രൂപത്തിലാണ് മരണമെങ്കിലും കലിമ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ അള്ളാന്റെ തൃപ്തി കിട്ടിയ നിക്കാഹാണോ ഇന്നലെ വീട്ടിൽ നടന്ന നിക്കാഹ്, നമ്മളെ വീട്ടിൽ നടന്ന നിക്കാഹ്, നമ്മളെ നിക്കാഹ്, നമ്മളെ മക്കളെ നിക്കാഹ്? ആലോചിക്കണം. എന്താണിത് പറയാൻ കാരണം? ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞ് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കി എന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അവന്റെ അസ്തിത്വം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നൽകിയ പ്രകടമായ ദൃഷ്ടാന്തങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത്. ലിതസ്കുനു ഇലൈഹാ, സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ. അപ്പോ സന്തോഷവും സമാധാനവും ഇണകളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ അതതിന്റെ മാനദണ്ഡമാണ് സഹോദരന്മാരെ.
വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. വൈവാഹിക രംഗത്ത് കടന്നു വരുന്ന മാമൂലുകളെ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, സ്നേഹമാണ്, കാരുണ്യമാണ് കുടുംബജീവിതത്തിന്റെ അടിത്തറ. സ്നേഹത്തിനും കാരുണ്യത്തിനും വില പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ, ആണിനെ തെരഞ്ഞെടുക്കുമ്പോൾ കണ്ണിന്റെ കുളിർമയാണ് നമ്മൾ നോക്കിയത്, കണ്ണിന്റെ മനോഹാരിതയാണ് നോക്കിയത്, കണ്ണിന്റെ സൗന്ദര്യമാണ് നോക്കിയത്. അവളെ മനസ്സിന്റെ സൗന്ദര്യം നോക്കിയിട്ടില്ല. മനസ്സിന്റെ സൗന്ദര്യം നോക്കാൻ പലപ്പോഴും തയ്യാറായിട്ടില്ല. എങ്കിൽ മനസ്സിന്റെ സൗന്ദര്യം നോക്കാതെ കേവലം ശരീരത്തിന്റെ ആകാര ഭംഗിയും അതിന്റെ സൗന്ദര്യവും നോക്കിയാണ് മാത്രമാണ് പെണ്ണിനെ തെരഞ്ഞെടുത്തതെങ്കിൽ, അത് മാത്രമാണ് നിബന്ധനയായി മാനദണ്ഡമായി പെണ്ണിനെ തെരഞ്ഞെടുത്തതെങ്കിൽ, സന്തോഷം കിട്ടാത്തതിൽ എന്തത്ഭുതപ്പെടാനാണ്? സഹോദരന്മാരെ ചിന്തിക്കണം. അപ്പോ മാമൂലുകൾ മാറ്റിവെക്കണം. ഞാനിത് പറയുന്നത് വെറും ഈ ഒരു അത്ഭുതമായ സദസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, നൂറുകണക്കിന് മുസ്ലിം വീടുകളിൽ താമസിക്കുന്ന ഈ പ്രദേശത്തെ വീടുകളിൽ ഇരുന്ന് ഇന്നലെ മുതൽ ഈ പ്രസംഗം കേൾക്കുന്നവരുണ്ട്, കേട്ടു തുടങ്ങിയവരുണ്ട്. സഹോദരന്മാരെ, വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഖുതുബ കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെന്നപ്പോൾ 2 മണിക്ക് സ്കൂൾ ആരംഭിക്കുകയാണ്. സ്കൂളിലേക്ക് ചെന്നപ്പോൾ ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയെയും കൈപിടിച്ച് എന്നെ കാത്തു നിൽക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാനുള്ളത്, സാറെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. എന്താ വന്നിട്ടുള്ളത്? എൻ്റെ മകനെ പരീക്ഷ കഴിഞ്ഞ് ഇപ്പോൾ SSLC കുട്ടികൾക്ക് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ടൈം ടേബിൾ പോർഷനൊക്കെ തീർന്ന് ഇനി റിവിഷൻ ക്യാമ്പുകളാണ് എല്ലാ സ്കൂളുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ആവശ്യപ്പെടാനാണ് വന്നത്. എന്താണ്? മകനെ ഒന്ന് പറഞ്ഞയക്കണം, മകനെ ഒന്ന് വിട്ടുതരണം. അവൻ പരീക്ഷയ്ക്ക് വന്ന് പരീക്ഷ എഴുതാൻ ഒരു അനുവാദം തരണം. എന്താണ് പ്രശ്നം? അദ്ദേഹത്തിന് പറയാനുള്ളത് നിറകണ്ഠകളോടെ ഇടറുന്ന ചങ്കോടുകൂടി അദ്ദേഹം പറഞ്ഞ് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെട്ട വാക്ക്, ഇവന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളെ വീട് വിറ്റു, പറമ്പ് വിറ്റു. ഇപ്പോൾ ഞങ്ങൾ വാടക കോട്ടേഴ്സിലാണ് താമസം. അതുകൊണ്ട് ജ്വല്ലറിക്കാരന് കാശ് കൊടുക്കാനുണ്ട്. അതിനാണ് വീടും പറമ്പും വിറ്റത്. ഇപ്പോൾ വാടക കോട്ടേഴ്സിലാണ് ഞങ്ങൾ താമസം. അതുകൊണ്ട് ഞാൻ ഓടിയാൽ എത്തുന്നതിന് പരിധിയുണ്ട്. അതുകൊണ്ട് തോണിയിൽ കൊള്ളത്തിൽ കയറാൻ ഇവനെ ഒന്ന് പറഞ്ഞയച്ചാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരു ദിവസം ഏകദേശം 600-700 രൂപ ഇവന് കിട്ടും. അത് വലിയൊരു ആശ്വാസമായിരിക്കും കടം വീട്ടാൻ. അതുകൊണ്ട് സാറ് പരീക്ഷ എഴുതാനുള്ളൊരു അനുവാദം നൽകി ഇവരെ ഒന്ന് പറഞ്ഞയക്കണമെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. ഈ മണവാളൻ ഈ പുതിയാപ്പള വീട്ടിലേക്ക് വരുമ്പോൾ വിവാഹം ചെയ്ത കല്യാണത്തിന്റെ അന്നുള്ള വീടല്ല, സൽക്കാരത്തിന് പോകുമ്പോഴുള്ള വീട്. ഈ മണവാളിന് തയ്യാറാക്കി വെച്ച ഭക്ഷണം കണ്ണുനീരിന്റെ ഭക്ഷണമാണ്, വേദനയുടെ ഭക്ഷണമാണ്, നെരിപ്പോടിന്റെ ഭക്ഷണമാണ്. അല്ലേ? ഈ വാടക വീട്ടിൽ കിടന്നിറങ്ങുന്ന ആത്മാഭിമാനമുള്ള ഈ മണവാളന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ നമ്മൾ. അപ്പോ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം കിട്ടാതെ ഭക്ഷണത്തിന്റെ രുചി അറിയാതെ നിരരാത്രങ്ങൾ തള്ളി നീക്കുന്ന മാതാപിതാക്കളുണ്ട്. പെൺകുട്ടികളെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു വന്നത് മാറണം. ജീവിതം സന്തോഷത്തിന്റെ ജീവിതം, അത് മനസ്സിന് സംതൃപ്തി നൽകുന്ന ജീവിതം. അള്ളാഹു ഒരു മനുഷ്യനെ നിശ്ചയിച്ച ആയുഷ്കാലം അത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരുപാട് തലമുറകൾ കഴിഞ്ഞുപോയി. 900 വർഷം അതിലധികം വർഷം ജീവിച്ചവരുണ്ട്. നമ്മളിൽ 2-3 ആളുകളുടെ ഉയരവും ആരോഗ്യവും ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തലമുറകൾ കഴിഞ്ഞുപോയി. ഈ ഭൂമിയിൽ അവസാനത്തെ തലമുറയാണ് നമ്മൾ. ഇനി തലമുറ ഇവിടെ വരാനില്ല. ആരോഗ്യം കൊണ്ട് ദുർബലമാക്കപ്പെട്ടവർ, ആയുസ് കൊണ്ട് ദുർബലമാക്കപ്പെട്ടവർ, സമ്പത്ത് കൊണ്ട് ദുർബലമാക്കപ്പെട്ടവർ. ഇനി ഖിയാമത്തല്ലാതെ സഅത്തല്ലാതെ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഫഖദ് ജാ അശ്റാത്തുഹാ, അതിന്റെ അടയാളങ്ങൾ ഇതാ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ നമ്മൾ കേൾക്കുന്ന കേൾവി, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ വായിക്കുന്ന വാർത്തകളെല്ലാം തന്നെ നമ്മളെ ഞെട്ടിച്ച് കളയുന്ന വാർത്തകളാണ്. ഈ തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തിയിലുള്ള ഒരു വലിയ സ്ഥാപനം, ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഓരത്ത് ആ സ്ഥാപനം നിലനിൽക്കുന്ന പഞ്ചായത്തിൽ നടത്തിയ ഒരു സർവേയിൽ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ അടുത്ത ദിവസം പുറത്തു വന്നത്. 10 മുസ്ലിം വീടുകളിൽ സർവേ നടത്തിയപ്പോൾ പകുതിയിലധികം വീടുകളിൽ വിവാഹമോചിതരായ സ്ത്രീകളുണ്ട്. 1-2 കുട്ടികളുള്ള മക്കളുള്ള വിവാഹമോചിതരായ സ്ത്രീകൾ ആ വീടുകളിലുണ്ട്. എന്താ ദുഃഖിപ്പിക്കുന്ന സത്യം സഹോദരന്മാരെ! എന്താ കാരണം? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണങ്ങൾ പലതുമുണ്ടാകാം. മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്,
സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും പഠിച്ചിട്ട് കാര്യമില്ല, ശപിച്ചിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്, നമ്മുടെ സമീപന രീതികൾ കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് വന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം കൽപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ പൊരുത്തം, പ്രവാചകന്റെ തൃപ്തി, ആ പ്രവാചകന്റെ കൽപ്പന പോലെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ ഒരു വിവാഹം നടന്നു. ആ വിവാഹത്തിൽ ദമ്പതികളായി അവരങ്ങനെ ജീവിക്കാൻ ആരംഭിക്കുന്നു. റഹിമല്ലാഹു റജുല വറഹിമല്ലാഹു ഇംറഅ. അല്ലാഹു തആല ഒരു ഭാര്യയ്ക്ക് റഹ്മത്ത് കൊടുക്കട്ടെ, ഒരു ഭർത്താവിന് റഹ്മത്ത് കൊടുക്കട്ടെ. സഹോദരന്മാരെ, വിവാഹത്തിന്റെ 25-ാം വാർഷികവും 35-ാം വാർഷികവും 40-ാം വാർഷികവും ഒക്കെ ആഘോഷിക്കാൻ നമ്മൾ ചിന്തിക്കുക. ഒരു രാത്രിയെങ്കിലും, ഒരു രാത്രി അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞ റഹിമല്ലാഹു റജുല, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ. രാത്രിയിൽ എഴുന്നേറ്റ്, രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ഭാര്യയെ വിളിക്കുകയും വിളിച്ചുണർത്തുകയും മുഖത്തേക്ക് വെള്ളം തെളിക്കുകയും ഭർത്താവ് എഴുന്നേൽക്കുകയും നമസ്കരിക്കുകയും ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുകയും ചെയ്ത, അങ്ങനെ വിളിച്ചുണർത്തി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നമസ്കാരം നിർവഹിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഒരു വീടിന്റെ റൂമുകൾ എണ്ണം നോക്കി ദുരഭിമാനം നടിക്കുന്നവരാണ്. മുകളിൽ ഇത്ര റൂം, താഴെ ഇത്ര റൂം, ഗസ്റ്റുകൾക്ക് ഇത്ര റൂം, ഇത്ര വാഹനങ്ങൾക്ക് നിർത്താനുള്ള പോർച്ചുകളുണ്ട്, ദുരഭിമാനം നടിക്കുന്നവരാണ്. എത്ര റൂമുകളുണ്ടെങ്കിലും ഉള്ള റൂമുകളിൽ നിന്നെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, സുബ്ഹിക്ക് മുമ്പേ ലൈറ്റിട്ട് നമസ്കാരം നിർവഹിക്കുന്ന, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. നരകത്തെക്കുറിച്ച് പേടിച്ച്, സ്വർഗ്ഗത്തെ പ്രതീക്ഷിച്ച് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, സഹോദരന്മാരെ, എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളെ. ഒരു രാത്രിയെങ്കിലും ഈ പ്രവാചകന്റെ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കുളിർമയുണ്ടാകും, സന്തോഷമുണ്ടാകും. റിയാലിറ്റി ഷോകൾ നാടുഭരിക്കുകയാണ്. നല്ല കുടുംബത്തിന് 60 ലക്ഷത്തിന്റെ 70 ലക്ഷത്തിന്റെ ഫ്ലാറ്റുകളാണ് ഓഫർ. റൂമെടുത്ത് പോയി നിൽക്കുകയാണ് ചാനലുകളുടെ കേന്ദ്രങ്ങളിൽ. വാടകയ്ക്ക് റൂമെടുത്ത് അഭിനയിക്കുകയാണ്, പാടുകയാണ്, ആടുകയാണ്, സ്കിറ്റ് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് നല്ല നല്ല മാതൃകായോഗ്യമായ കുടുംബം, നല്ല കുടുംബം, സന്തുഷ്ട കുടുംബം, ആ കുടുംബത്തെ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. അഭിനയമല്ല സഹോദരന്മാരെ, ജീവിതം അഭിനയമല്ല. ജീവിതത്തിൽ അഭിനയിച്ചാൽ പരാജയപ്പെടും. സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. സ്നേഹപ്രകടനങ്ങളൊക്കെ അഭിനയം മാറ്റിവെക്കണം. സഹോദരന്മാരെ, അഭിനയിക്ക് ജീവിക്കുകയാണ്. മാതാപിതാക്കളായി, മക്കളായി, ഭാര്യാഭർത്താക്കന്മാരായി പലരും അഭിനയിക്കുകയാണ്. സത്യസന്ധമായി ജീവിതത്തെ കാണാൻ, സിദ്ദീഖുകളായി മാറാൻ നമുക്ക് സാധിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നവരായി, കൃത്യമായി ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കപ്പെടുന്ന ഒരു കുടുംബമായി, ആ കുടുംബത്തിലെ അംഗങ്ങളായി നമ്മൾ മാറണം. എവിടെയെങ്കിലും നമ്മളൊന്ന് അശ്രദ്ധമായാൽ, ഖുർആനിലെ ഒരു പ്രയോഗമുണ്ട്, ഖുർആൻ പഠിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു യുദ്ധക്കളത്തിലെ യോദ്ധാവിന്റെ ജാഗ്രത പോലെ, ഒരു യുദ്ധക്കളത്തിലെ യോദ്ധാവിന്റെ ജാഗ്രത പോലെയുള്ള ജാഗ്രത പാലിക്കണമെന്ന് ഖുർആൻ പറഞ്ഞ 4-5 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്നാണ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം. നിതാന്തമായ ശ്രദ്ധ വേണം, ജാഗ്രത പാലിക്കണം. ഇല്ല എങ്കിൽ പരാജയപ്പെട്ടു പോകും സഹോദരന്മാരെ. അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട് ഖുർആൻ പറഞ്ഞ പോലെ ഒരു മസ്കൻ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഇടം. അതാണോ? ദാറെന്നും മൻസിലെന്നും ബൈത്തെന്നും ഒക്കെ വീടിന് അറബിയിൽ നമ്മൾ പറയും. ഖുർആൻ പ്രയോഗിച്ച പദം മസ്കൻ എന്നാണ്. ശാന്തിയുടെ ഇടം, സമാധാനത്തിന്റെ ഇടം എന്നാണ്. ഇല്ല എങ്കിൽ സഹോദരന്മാർ അവിടേക്ക് വരണം. നമ്മുടെ മനത്തിൽ ഹരം കൊള്ളാൻ, സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് മനത്തിലുണ്ടാകേണ്ടത്? എന്താണ് മനസ്സിലുണ്ടാകേണ്ടത്? ഈമാനാണ്, തഖ്വയാണ്. എങ്കിൽ അല്ലാഹു തആല ബർക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഖ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, അവർക്കാണ് ബാറക്കല്ലാഹു ലക. നാം പറയുന്ന ബർക്കത്ത്, അല്ലാഹുവേ ബർക്കത്ത് കൊടുക്ക്, അല്ലാഹുവേ ബർക്കത്ത് കൊടുക്ക്. പുതുമണവാളന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അല്ലാഹു ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും, ബർക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പഠിക്കാൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹറാമിൽ നിന്ന് ജനിക്കുന്നത്, ഹറാമിൽ നിന്ന് ഹറാമ് കഴിച്ച്, ഹറാമുടുത്ത്, ഹറാമ് ധരിച്ച്, ഹറാമുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഹറാമുകളായിരിക്കും സഹോദരന്മാരെ ജനിക്കുക. അതുകൊണ്ട്
അതുകൊണ്ടാണ് വിവാഹരംഗം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഈമാനും തഖ്വയുമുള്ള ഭാര്യാഭർത്താക്കന്മാർ യോജിച്ചു, അവർ ജീവിക്കാൻ ആരംഭിച്ചു, അവർ പ്രാർത്ഥിക്കും. ഗർഭകാലത്തെ പ്രാർത്ഥിക്കണം. തുടർച്ചാവകാശികളെ കിട്ടാൻ ഒരു പെണ്ണിന് സ്വാലിഹായ മക്കൾക്ക് വേണ്ടി, മക്കൾ വലുതായതിനു ശേഷം, പ്രസവിച്ചതിന് ശേഷമല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്. ഒരു പെണ്ണ് ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഗർഭകാലം മുതൽക്കേ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഖുർആൻ പറഞ്ഞില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ഒരു വൈവാഹിക ജീവിതത്തെ ചിത്രീകരിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ അങ്ങനെ അവൻ അവളുമായി പ്രാപിച്ചപ്പോൾ അവൾ പോലും അറിയാത്ത ഒരു നിസ്സാരമായ ഗർഭം അവൾ ചുമന്നു. അങ്ങനെ അവൾ ഗർഭിണിയായി 2 മാസം 3 മാസം കഴിഞ്ഞു. അവൾ അറിയുന്നില്ല. ഏതാനും ചില അടയാളങ്ങൾ വന്ന് പരിശോധിച്ചു, ഗർഭിണിയാണെന്നറിഞ്ഞു. ഖുർആൻ പറയുന്നു അങ്ങനെ അവൾക്കത് ഭാരമുള്ളതായപ്പോൾ എന്ന് പറഞ്ഞാൽ ഗർഭിണിയാണെന്നറിഞ്ഞു, പ്രസവത്തിന്റെ സമയമെടുത്തു. രണ്ടുപേരും അല്ലാഹുവോട് പ്രാർത്ഥിക്കും, നാദാ ഞങ്ങൾക്ക് സാലിഹായ സന്താനങ്ങളെ നൽകുകയാണെങ്കിൽ നാദാ ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്യാം എന്നവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഗർഭകാലത്തെ പ്രാർത്ഥിക്കുന്നു, നാദാ നല്ല നല്ല മക്കളെ നൽകണമേ. സഹോദരന്മാരെ, സന്താന സമയ കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. സന്താനങ്ങളുടെ രംഗത്തേക്ക് നമ്മൾ കടന്ന് പരസ്പരം ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്ന ദമ്പതിമാരായി ജീവിച്ച് സന്തോഷം നൽകി, സമാധാനം നൽകി, കുളിർമ നൽകി. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ എൻ്റെ വിഷയത്തിൽ ചില ഭാഗങ്ങളൊക്കെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ശാരീരികമായി സന്തോഷം നൽകണം, മാനസികമായി സന്തോഷം നൽകണം. ഒരു പെണ്ണ് പുരുഷന് സംതൃപ്തി നൽകണം. ലൈംഗികമായ സംതൃപ്തി നൽകിയേ പറ്റൂ, ശാരീരികമായി സംതൃപ്തി നൽകിയേ പറ്റൂ, അത് പരസ്പരം നൽകിയേ പറ്റൂ. എല്ലാ നിലക്കും സംതൃപ്തി നൽകേണ്ടതുണ്ട്. തൻ്റെ പുരുഷന് വേണ്ടി, തൻ്റെ സ്ത്രീക്ക് വേണ്ടി പരസ്പരം ശാരീരികമായ അറയിലെ പരാജയം അരങ്ങിലെ പരാജയമായി മാറും. അറയിലെ പരാജയം അരങ്ങിലെ പരാജയമായി മാറും. അതുകൊണ്ട് അറയിലും സന്തോഷമുണ്ടാകണം, അറയിലും സംതൃപ്തി ഉണ്ടാകണം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. പരിശുദ്ധ ഖുർആനിന്റെ ശക്തമായ കൽപ്പനയാണ്. ഭർത്താവിന്റെ ആഗ്രഹത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണ് അള്ളാഹുവിന്റെ ശാപത്തിന്റെ വിധേയനാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പുലരുന്നത് വരെ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ശക്തമായ താക്കീതുണ്ട്. അങ്ങനെ തൃപ്തിപ്പെടുത്താൻ ഭർത്താവിന്റെ തൃപ്തി, ഭാര്യയുടെ തൃപ്തി, പെണ്ണിനെന്താ എല്ലാ നിലക്കും സന്തോഷ, നല്ല എല്ലാ നിലക്കും ഇസ്ലാമികമായ ഷിആറുകളൊക്കെ ഉണ്ട്. ദഅവാ പ്രവർത്തകനാണ്, എല്ലാം ഉണ്ട്, സന്തോഷമാണ്, എല്ലാ ദഅവാരംഗത്തുമുണ്ട്. പക്ഷേ ഞാൻ വെറുക്കുന്നൊരു സ്വഭാവമുണ്ട്, ഒരേ ഒരു സ്വഭാവം. അതെന്താ? മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യം, മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യം. പറയുകയാണ്, നിർത്താതെ പറയുന്നു. ആരുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത് എന്നറിയില്ല. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനും വെറുതെ തൗദാരിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യം എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചൊരു ചെറുപ്പക്കാരൻ, റസൂലേ ഒരു വസിയ്യത്ത് നൽകണം. റസൂലുള്ളാഹിന്റെ വസിയ്യത്ത്, റസൂലുള്ളാഹി ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ലാ തഗ്ളബ്. മതിയായില്ല, വീണ്ടും ചോദിച്ചു. റസൂൽ വീണ്ടും പറഞ്ഞു ലാ തഗ്ളബ്. മതിയായില്ല, വീണ്ടും ചോദിച്ചു. റസൂൽ വീണ്ടും പറഞ്ഞു ലാ തഗ്ളബ്. 3 വട്ടം പറഞ്ഞു, ദേഷ്യം പിടിക്കരുത്, ദേഷ്യം പിടിക്കരുത്. സഹോദരന്മാരെ, സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിത ചരിത്രത്തെ ആവിഷ്കരിച്ച ഒരു സർവേയിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുണ്ട്. ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പരാതി പറഞ്ഞത്, അദ്ദേഹം ആ പരാതി വിഷമത്തോടെ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്, വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബം, വിവാഹത്തിന് വീട്ടുകാരുടെ പെൺവീട്ടുകാരുടെ ഏതാനും ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹം ചെയ്തു. ഞങ്ങളെ കുടുംബത്തിന്, അയൽവാസികൾക്ക്, കുടുംബക്കാർക്കൊക്കെ ഞങ്ങളെപ്പറ്റി പരാതിയായിരുന്നു, അസൂയയായിരുന്നു. ഞങ്ങൾ സന്തോഷമുള്ള ജീവിതത്തെക്കുറിച്ച് പലർക്കും അസൂയയായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വിരുന്നുകാരൻ്റെ മുന്നേ, വിരുന്നുകാരൻ വരുമെന്നറിഞ്ഞപ്പോൾ അവനെ സ്വീകരിക്കാൻ, സൽക്കരിക്കാൻ നല്ല ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി, രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. വിരുന്നുകാരൻ വന്നു. അടുത്ത സുഹൃത്താണ്, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ച സുഹൃത്താണ്. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടിനാര് കിട്ടി, ഒരു മുടിനാര് കിട്ടി. ആ മുടിനാരെടുത്ത് മാറ്റുന്നത് കണ്ട ഈ സഹോദരന്റെ മനസ്സാകെ ഇളകിമറിഞ്ഞു. വിരുന്നുകാരൻ പോയതിനു ശേഷം അടുക്കളയിലേക്ക് ചെന്ന് ഭാര്യയോട് 1 2 പറഞ്ഞു. അങ്ങനെ ഭാര്യയെ ഒന്ന് തള്ളിയപ്പോൾ ആ തള്ളിയത് പെണ്ണ് ചെന്ന് വീണത് അടുക്കളയിൽ ചുമരിൽ തറച്ച ഒരു ആണി ഉണ്ടായിരുന്നു. ആ ആണിയിലേക്കാ ചെന്ന് വീണത്.
ആണി തലക്കുള്ളിലേക്ക് തറച്ചു കയറി രക്തം വാർന്ന് അവിടെ കിടന്നു മരിച്ചു. വീട്ടുകാര് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതിയായി. അവരിവനെതിരായി വാദിച്ചു. കൊന്നതാണെന്ന് പറഞ്ഞു, അവസാനം പീഡിപ്പിച്ച് കൊന്നതാണെന്ന് പറഞ്ഞു. ഇരട്ട ജീവപര്യത്തിന് ശിക്ഷയ്ക്ക് വിധിച്ച് കിടക്കുകയാണ്. ആ സുഹൃത്ത് പറഞ്ഞു, ഓരോ ദിവസവും എനിക്ക് വിരിച്ചു തന്ന പുൽപ്പായ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ പുൽപ്പായ നനഞ്ഞിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളെയും, മനസ്സിന് കുളിർമയും സന്തോഷവും നൽകിയ ഓരോ ദിനരാത്രങ്ങളെയും ഓർത്തോർത്ത് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടാണ് എൻ്റെ ഓരോ ആയുസ്സും ഞാൻ ഇവിടെ എണ്ണി തീർക്കുന്നത്. എന്താണ് സഹോദരന്മാരെ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വന്നത്? സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിലേക്ക് പിശാച് കടന്നു വരികയാണ്. ദേഷ്യം അത് പിശാചിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ശരീരം തണുപ്പിക്കണം, അതോ ചെയ്യണം, പ്രവാചകന്റെ വാക്കുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനും നിങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, സംതൃപ്തമായ ജീവിതമാണെങ്കിൽ, ഒരു നിമിഷ നേരം മതി നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വരാൻ, സങ്കടം കടന്നു വരാൻ. എത്ര അഭിമാനം കൊള്ളുന്നവരാണെങ്കിലും സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഖുർആൻ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞത്. പിശാച് പോണം, നമ്മുടെ മനസ്സിൽ നിന്ന് പോണം, നമ്മുടെ വീട്ടിൽ നിന്ന് പോണം. സൂറത്ത് അൽ ബഖറ ഓതണം വീട്ടിൽ. സ്ത്രീകളെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളായി മാറണം. ദിക്റുകളും ദുആകളും ചൊല്ലണം. പ്രാർത്ഥനകൾ, പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലണം. അതിനെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രാസംഗികന്മാരും പറഞ്ഞൊരു കാര്യം ഞാനും ആവർത്തിക്കുന്നു. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലേക്ക് കുടുംബസമേതം പോകാൻ സന്തോഷമുണ്ട്. പല രംഗത്തും എടുത്തു പറയേണ്ട ചില സ്ഥലങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. 6 കൊല്ലത്തിലധികമായി താനൂർ പ്രദേശത്തൊരു ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നടക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് നമുക്ക് ആവേശമാകാൻ, നമുക്ക് പാഠമാകാൻ, അനുഭവമാകാൻ വേണ്ടിയാണ്. ഇന്ന് രാവിലെ ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ്, ഇവിടേക്ക് 9 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വാഹനം പുറപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ഒരുപാട് കുടുംബങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 85 പേരുണ്ട്. 6 വർഷമായി തുടങ്ങിയ ക്ലാസ് ഇതേവരെ ആരും കൊടിഞ്ഞു പോയിട്ടില്ല. അവിടേക്ക് വരുന്ന വാഹനങ്ങളാണ്. ആണുങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ QHLS അല്ല, പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയതല്ല, കുടുംബത്തിന് വേണ്ടി തുടങ്ങിയതാണ്. കുടുംബങ്ങളാണ് വരുന്നത്, വാഹനങ്ങളിലാണ് വരുന്നത്. അത് നിലനിൽക്കും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സഹോദരന്മാരെ, എല്ലാ ദിക്റുകളും ദുആകളും പിശാച് ഇടപെടരുത്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരരുത്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, അന്നഹു ഹുവ അൽഹക വഅബ്ക, കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും പടച്ചോനാണ്. ചിരിക്കുന്ന സന്ദർഭത്തിലേക്ക് കരച്ചിലിന് സന്ദർഭത്തേക്ക് സന്തോഷം കടന്നു വരാനും റബ്ബിന് സാധിക്കും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് സൂചിപ്പിച്ചത്. നമ്മുടെ മക്കളെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏത് രൂപത്തിൽ മക്കൾക്ക് എത്ര ഉത്ബോധനങ്ങൾ നൽകിയാലും, മതപരമായ നിർദ്ദേശങ്ങൾ നൽകിയാലും, നമ്മുടെ സാമൂഹിക ചുറ്റുപാട്, നമ്മുടെ സാഹചര്യം, എല്ലാ നന്മകളും എല്ലാ സദാചാരങ്ങളെയും കുത്തിയൊഴിപ്പിച്ച് കളയാൻ ആ രൂപത്തിലുള്ള തിന്മകളുടെ വേലിയേറ്റമാണ് നമ്മുടെ മുന്നിലുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. നമ്മളെ മക്കള്, പ്രാർത്ഥിക്കുന്ന മക്കളെ വേണം നമുക്ക്. ജീവിച്ചിരിക്കുമ്പോൾ വേണം സഹോദരന്മാരെ, മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളെ കാണണം. റബ്ബന ഹബിലന മിൻ അസ്വാജിന, നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ കണ്ടോ. റബ്ബന ഹബിലന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുസല്ലക്കരികിലിരുന്ന്, നമ്മുടെ നമസ്കാരത്തിന് സഫിനിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കാണാൻ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണാൻ ഭാഗ്യം ലഭിച്ചാൽ സഹോദരന്മാരെ, നമ്മളെ മക്കളത് അപ്പുറത്ത് ഇസ്ലാമികമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മക്കളെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന പാഠമാണ് സ്റ്റേജിൽ നിന്ന് പറഞ്ഞത്. മക്കളെ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വലത് കൈയിലേക്ക് മാറ്റണമെന്ന പാഠമാണ് അവർക്ക് നൽകിയത്. നമ്മുടെ കുടുംബമായി വന്നു അല്ലേ? ഇത് നിലനിർത്താൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. നമ്മളെ മക്കളെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ദുനിയാവിൽ വെച്ച് തന്നെ കാണാൻ സാധിച്ചാൽ സഹോദരന്മാരെ, അത് നമുക്ക് പരലോകത്ത് ഗുണം നൽകും. ഇന്നൽ അബ്ദ യുർഫഉ ദറജതഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ചില മനുഷ്യന്മാർക്ക് ഉന്നതമായ പദവികൾ നൽകും, ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും. അവർ ചോദിക്കും, റബ്ബി അന്നാ ലിഹാദാ, എന്താണ് പടച്ചോനെ ഇതൊക്കെ? ഇത്രമാത്രം ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരുപാട് ദുർബലതകൾ ഉണ്ടായിരുന്നു, ന്യൂനതകൾ ഉണ്ടായിരുന്നു, കുറവുകൾ ഉണ്ടായിരുന്നു. പടച്ചോനെ, ഇത്രയും ഉന്നതമായ സ്ഥാനം എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിന് അള്ളാന്റെ മറുപടി, ഇസ്തിഗ്ഫാർ ഉൽദിക മിൻ ബഅദിക, ഇസ്തിഗ്ഫാർ ഉൽദിക മിൻ ബഅദിക, നിന്റെ മരണശേഷം നിന്റെ മക്കളെ പ്രാർത്ഥനയാണ്.
നിന്റെ മരണശേഷം നിന്റെ മക്കളെ പ്രാർത്ഥനയാണ്. നമസ്കാരത്തിന് കൈപിടിച്ച് കൊണ്ടുപോയി, പള്ളിയിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് വന്ന കുട്ടി മരുന്ന് കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, സ്കൂളിലുള്ളത് പഠിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പുറമെ കുട്ടി നിസ്കരിച്ചോ, പള്ളിയിൽ പോയിരുന്നോ, ഖുർആൻ പാരായണം ചെയ്തോ എന്നൊന്നും മാറ്റി ചോദിക്കാൻ. ദുനിയാവിന്റെ ഭാവി, ഉയർന്ന ശമ്പളം, ഉയർന്ന സ്ഥാനം, ഉയർന്ന പദവി മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ഭാവി ഒന്ന് മാറ്റിവരക്കുക, ആ ഭാവി യഥാർത്ഥ ഭാവിയിലേക്കൊന്ന് മാറ്റിവരക്കുക. അവിടേക്ക് പ്രയോജനം ചെയ്യാൻ ആണും പെണ്ണുമായി 4ഉം 5ഉം അതിലധികവും മക്കൾ നമുക്കുണ്ടല്ലോ സഹോദരന്മാരെ. നമ്മളെ മനസ്സിനോടൊന്ന് ചോദിക്കുക, നമുക്ക് സ്വർഗം കിട്ടാൻ, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നേടിത്തരാൻ മാത്രം പര്യാപ്തമായ മക്കള് നമുക്കുണ്ടോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. ഈ ദുനിയാവിലെ ദറജയേക്കാൾ ഉൾനുർ കൈഫ ഫളൽനാ ബഅലഹും അലാ ബഅൽ വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ. ഈ ദുനിയാവിൽ വ്യത്യസ്തങ്ങളായ പദവികൾ ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനങ്ങൾ നൽകി. എന്നാൽ വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീലാ, ഏറ്റവും വലിയ ശ്രേഷ്ഠത നൽകപ്പെടുന്നത്, പദവികൾ നൽകപ്പെടുന്നത് പരലോകത്താണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും സ്വർഗ്ഗത്തിന്റെ തണലുകളിൽ ചാരിയിരുന്ന് സുഖം അനുഭവിക്കുന്നവരാണ്. സഹോദരന്മാരെ, ദുനിയാവിലെ സന്തോഷമുള്ള കുടുംബം ആഗ്രഹിക്കുന്നവർ, സംതൃപ്തമായ കുടുംബം ആഗ്രഹിക്കുന്നവർ, മനോഹരമായ കുടുംബം ആഗ്രഹിക്കുന്നവർ, സഹോദരന്മാരെ, ദുനിയാവിന്റെ മാത്രം സന്തോഷത്തെ ഒരിക്കലും തന്നെ ആഗ്രഹിക്കരുത്. ദുനിയാവിന്റെ മാത്രം സന്തോഷമല്ല, മറിച്ച് പരലോകത്തേക്ക് ചേർക്കുക, പരലോകത്തേക്ക് നീട്ടുക. എങ്കിൽ ഈ ദുനിയാവിലും കിട്ടും. മനുഷ്യന്മാരിൽ ചിലരുണ്ട് ദുനിയാവ് മാത്രം ചോദിക്കും. പരലോകത്ത് അവർക്കൊരു ഓഹരിയുമില്ല. എന്നാൽ ദുനിയാവിലും നാളെ പരലോകത്തും ഖൈർ കൊണ്ട് പടച്ചോനെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് നാളെ പരലോകത്ത് അല്ലാഹു തആല അവരുടെ സമ്പാദനത്തിനുള്ള ഓഹരി നൽകുക തന്നെ ചെയ്യും. അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, കടപ്പാടുകൾ പൂർണ്ണമായി നിർവഹിക്കുക. പരസ്പരം ഒരു കുടുംബത്തിലെ ഏതംഗമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ കടപ്പാടെന്ത്, ഉത്തരവാദിത്തങ്ങൾ എന്ത്, അത് കൃത്യമായി അറിഞ്ഞ് കൃത്യമായി പാലിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ അപാരമായ സഹായം, അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. മാതാപിതാക്കൾ മക്കളെ ഇവിടെ പ്രത്യേകം ഒരു സൂചനകൾ നൽകിയിട്ടുള്ളത് പറയണമെന്ന് പറഞ്ഞത്, ഒരു വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യമാർക്ക് കിട്ടുന്ന അവരുടെ സമീപന രീതിയെക്കുറിച്ചുള്ള ഒരു പരാമർശം. അവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടിലേക്ക് ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരുപാട് വിഷമവും സങ്കടവും ഒരുപാട് മാനസികമായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷം കൂടുതൽ നൽകാൻ, ഇതുവരെ ജീവിച്ച സാഹചര്യത്തെക്കാൾ സ്വന്തം ഉമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഉമ്മയായി മാറാൻ സാധിക്കണം. അങ്ങനെ ഏതൊക്കെ അമ്മായിമ്മയുടെ ഉത്തരവാദിത്തം, മരുമകളുടെ ഉത്തരവാദിത്തം, പരസ്പരം സന്തോഷം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുമ്പോൾ കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സാഹചര്യം, ചുറ്റുപാട്, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല മരിച്ചുപോയ നമ്മളെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ ഖബറും അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട്. ഇവിടെ സജീവമായി പ്രവർത്തിക്കേണ്ട നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരായ പലരും, പേര് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, നമുക്കറിയാം ആർക്കൊക്കെ വേണ്ടിയാണെന്ന്. ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.